കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാമിന്റെ വാർത്താ സമ്മേളനം തത്സമയം. കിഫ്ബി സിഇഒ കെ.എം. എബ്രഹാം വാർത്താ സമ്മേളനം നടത്തുകയാണ്. എസ് ബാങ്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചു. ഇത് സംബന്ധിച്ചുള്ള വിശദീകരണമാണ് ഇപ്പോൾ അദ്ദേഹം നൽകുന്നത്. വളരെ ചുരുങ്ങിയ സമയം തന്ന ഒരു അറിയിപ്പിൻ്റെ പുറത്ത് ഇത്രയും മാധ്യമ സുഹൃത്തുക്കളെ എത്തിച്ചേർന്നതിൽ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഇന്നത്തെ ഈ പ്രസ് കോൺഫറൻസ് അടിയന്തരമായിട്ട് വിളിക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ചോദ്യം നമ്പർ 215 ശ്രീ ജാവേദ് അലി ഖാൻ എന്ന ബഹുമാനപ്പെട്ട രാജ്യസഭാ അംഗം ഉന്നയിച്ച ഒരു ചോദ്യം കിഫ്ബിയെ പരാമർശിക്കുന്ന ഒരു ചോദ്യമാണ്. അതിൽ പറയുന്നത് വെദർ കംപ്ലയിൻസ് ഓഫ് ഫിനാൻഷ്യൽ കറപ്ഷൻ ഓഫ് 250 crore ഇൻ കിഫ്ബിയുടെ ഒരു കംപ്ലയിൻ്റ് അവർക്ക് ലഭിച്ചിട്ടുണ്ടോ, ധനകാര്യ മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുണ്ടോ, അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ നടപടിക്രമം, എന്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട ധനകാര്യ സഹമന്ത്രി, കേന്ദ്ര സർക്കാരിൻ്റെ സഹമന്ത്രി അറിയിച്ചത് കംപ്ലയിൻ്റ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ കിട്ടിയിട്ടുണ്ടെന്നും ആ കംപ്ലയിൻ്റ് എഗൻസ്റ്റ് ദി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് ആൻഡ് ഇറ്റ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് 250 കോടി യെസ് ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 250 കോടി യെസ് ബാങ്കിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ് പരാതി എന്നാണ് രാജ്യസഭയെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോഴത്തെ നടപടിക്രമം ഉപചോദ്യം C2Eക്ക് മന്ത്രി കൊടുത്ത ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്ത മറുപടി എൻക്വയറീസ് ഇൻ ദ മാറ്റർ ഹാവ് ബീൻ ഇനിഷ്യേറ്റഡ്, അല്ലാതെ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയതായിട്ടോ ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല. എൻക്വയറീസ് ഇനിഷ്യേറ്റ് ചെയ്തു വന്ന ഒരു പരാതിയിൽ അതാണ് വന്നിരിക്കുന്ന ചോദ്യവും ഉത്തരവും യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നു. അപ്പം ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് കിഫ്ബിയുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അന്വേഷണം തുടങ്ങി എന്നുള്ള ഒരു വാർത്ത ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിൽ ഇത്രയുമേ ഉള്ളൂ. എൻക്വയറീസ്, ഒരു പരാതി കിട്ടി, അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഇത് മാധ്യമങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുള്ള വാർത്ത എന്ന് പറയുമ്പോൾ കിഫ്ബി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം തുടങ്ങി എന്നുള്ള മട്ടിലാണ്. അപ്പോൾ അത് വാസ്തവമല്ല, ഇവിടെ നമുക്ക് അറിയിപ്പൊന്നും തന്നെ കിട്ടിയിട്ടുമില്ല. പക്ഷേ ഇതിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണെന്ന് പറയുന്നത് കിഫ്ബിയുടെയും കേരളത്തിൻ്റെ ഒരു വികസന പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കിഫ്ബിയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത് കിഫ്ബിയുടെ ബ്രാൻഡ് നെയിമാണ്. കിഫ്ബിയുടെ ബ്രാൻഡ് നെയിം നന്നായിട്ട് പോയിട്ടില്ലെങ്കിൽ കിഫ്ബിയെ ഏൽപ്പിച്ചിട്ടുള്ള ഇത്ര വലിയ ദൗത്യം കിഫ്ബിക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് തന്നെയാണ് ഒരു കളങ്കം വരാൻ സാധ്യതയുള്ള ഒരു വാർത്ത വന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കണമെന്നും ആ പ്രസ് കോൺഫറൻസിൽ ഈ വ്യക്തമാക്കണം എന്നുള്ളത് ആഗ്രഹം പറയുകയും നിങ്ങൾ അതിനോട് സഹകരിച്ച് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 2017 മുതൽ, മെയ് മാസം 2017 മുതൽ വിവിധ ബാങ്കുകളിൽ നമുക്ക് കിട്ടുന്ന പണം പ്രോജക്ട്സിന് ചിലവഴിക്കാൻ കഴിയാതെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന പണം, പ്രോജക്ട്സിന് ഈ ബിൽസ് വരുമ്പം പേ ചെയ്യാനായിട്ടുള്ള, കൊടുത്തു തീർക്കാനായിട്ടുള്ള പണം, ഈ പണം വിവിധ ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു മാനദണ്ഡം, അതിന് കിഫ്ബിക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പോളിസി ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് പോളിസിയിലെ പ്രകാരം
അത് നാഷണൽ പബ്ലിക് സെക്ടർ ബാങ്കിലാകാം, അത് കാരണം ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. സ്വകാര്യ ബാങ്കുകളിലാകാം. പക്ഷേ ആ സ്വകാര്യ ബാങ്കിന് ഏറ്റവും മുന്തിയ റേറ്റിംഗ് സ്വകാര്യ ബാങ്കുകൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കിഫ്ബി നിഷ്കർഷിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കിഫ്ബിയുടെ ബോർഡ് ആ ഒരു പോളിസി അപ്രൂവ് ചെയ്യുകയും ആ ബോർഡ് ആ പോളിസി രൂപവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ ആ പോളിസിക്ക് രൂപം കൊടുക്കുന്നത് കിഫ്ബിയുടെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. അതിൽ വിദഗ്ധരായിട്ടുള്ള എക്സ്റ്റേണൽ മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് അവരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഏറ്റവും മുന്തിയ എന്ന് വെച്ചാൽ AAA, അങ്ങനെ പല രീതിയിലുള്ള റേറ്റിംഗ് ഉണ്ട്. AAA റേറ്റിംഗ് ഉള്ള ഒരു ബാങ്കിൽ, പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ നമുക്ക് കിഫ്ബി പണം നിക്ഷേപിക്കണം. കാരണം കിഫ്ബി അല്ലെങ്കിൽ പലിശ ഇല്ലാതെ ഏതെങ്കിലും ഒരു ബാങ്കിൽ ഇടുകയാണെങ്കിൽ കിഫ്ബിക്ക് ധാരാളം നഷ്ടമുണ്ടാവും, പൊതുജനത്തിന് നഷ്ടമുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ പബ്ലിക് സെക്ടർ ബാങ്കും പ്രൈവറ്റ് സെക്ടർ ബാങ്കും ഇന്ന രീതിയിലുള്ള പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ പണം നിക്ഷേപിക്കാം എന്നുള്ള ഒരു പോളിസി തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പം ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി CEO ഇല്ല. CEO അതിനകത്ത് ഒരു അംഗമാകാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ബോഡി തന്നെ കിഫ്ബിയെ ഉപദേശിക്കട്ടെ എന്നുള്ള ഒരു തത്വത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രകാരം 2017 മുതൽ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, 2017 മുതൽ ഇന്ത്യയിലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ ഏറ്റവും മുന്തിയ റേറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ബാങ്കാണ് യെസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഈ യെസ് ബാങ്ക് എന്ന് പറയുന്നത് പല രീതിയിലുള്ള റേറ്റിംഗ്, അതായത് മൂഡി എന്ന് പറയുന്ന റേറ്റിംഗ് കമ്പനി അവരെ റേറ്റ് ചെയ്തിട്ടുണ്ട്, ഇക്ര എന്ന് പറയുന്ന റേറ്റിംഗ് കമ്പനി അവരെ റേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റേറ്റിംഗ് ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ അത് 4-5 എണ്ണേ ഉള്ളൂ ഇന്ത്യയിൽ. അവരെ റേറ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്ത ബാങ്കാണ് യെസ് ബാങ്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബി സർപ്ലസ് പണം വരുമ്പോൾ അത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആക്കാനായിട്ട് കിഫ്ബി കാലാകാലങ്ങളിൽ ടെൻഡർ വിളിക്കും, കൊട്ടേഷൻസ് വിളിക്കും. അങ്ങനെ അവരുടെ കോട്ട്സ് എടുത്തിട്ട് അവരുടെ റേറ്റ് നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ റേറ്റ് തരുന്ന ബാങ്കുകളിലേക്ക് നിക്ഷേപിക്കും. പക്ഷെ ആ നിക്ഷേപിക്കുന്നതും കിഫ്ബിയുടെ കയ്യിലുള്ള എല്ലാ പണവും കൊണ്ട് നിക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. കിഫ്ബിക്ക് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കിൽ മൊത്തമുള്ള പണത്തിൻ്റെ ഇത്ര ശതമാനം നിക്ഷേപിക്കും എന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് കിഫ്ബി ടെൻഡർ വിളിച്ച് യെസ് ബാങ്കിൻ്റെ റേറ്റുകൾ എടുത്ത് യെസ് ബാങ്കുകൾ ഹയസ്റ്റ് റേറ്റ് നമുക്ക് തന്നിട്ടുള്ളപ്പോൾ തന്നെ അവരുടെ ബാങ്കുകളിൽ 7 പ്രാവശ്യം നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. 2025-5-2017 101 കോടി, 29-1-2018 150 കോടി, അങ്ങനെ 8-8-2018 വരെ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ 2018 പോലും ഏറ്റവും മുന്തിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സിൽ ഒരെണ്ണമാണ് ഈ യെസ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം RBI ഒരു പ്രൊട്ടക്റ്റീവ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷയിച്ചു പോകുന്ന ബാങ്കിനെ ഒരു PCA ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് RBIയുടെ ഒരു ഘടനയുണ്ട്. പക്ഷേ ആ ഘടനയിൽ പോലും യെസ് ബാങ്ക് 2018 വരെ നമ്മളുടെ ലാസ്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 107 കോടി 8-8-2018 ഒരു വർഷത്തേക്ക് കിഫ്ബി ഇൻവെസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് അവർ 8.03% പലിശ അവർ കോട്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ പലിശ ആയതുകൊണ്ടാണ് അവർക്ക് 107 കോടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പല ആവർത്തി ആയിട്ട് ഏതാണ്ട് 250 കോടിയുടെ ഒരു തോതിൽ അത് മെച്യൂർ ചെയ്യുമ്പം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഈ 2017 മുതൽ 18, എന്നാൽ 2018 ഒടുവിലത്തെ ഒരു നവംബറൊക്കെ ആയപ്പോഴത്തേക്കും യെസ് ബാങ്കിൻ്റെ റേറ്റിംഗ് ക്ഷയിച്ചു തുടങ്ങി. അപ്പോൾ അത് മൂടി അതിനെ 2 പടി താഴോട്ട് റേറ്റ് ചെയ്ത് തുടങ്ങി. ഇക്ര എന്ന് പറയുന്ന സ്ഥാപനം അതിനെ താഴോട്ട് റേറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ റേറ്റ് ചെയ്ത് താഴോട്ട് തുടങ്ങുമ്പം തന്നെ കിഫ്ബി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമിടപാടുകൾ യെസ് ബാങ്കുമായിട്ടുള്ള പണമിടപാടുകൾ മൊത്തം തന്നെ നിർത്തി. പിന്നെ എന്ത് ചെയ്തു, ഈ ഇട്ട പണം വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ച് ഇട്ട പണം മെച്യൂർ ചെയ്യാൻ കാത്തിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 2019 അതിൻ്റെ എല്ലാം കണക്കുകൾ വിശദമായിട്ടുണ്ട്. ഓഗസ്റ്റ് 2019 ഓഗസ്റ്റ് 9 ആ നിക്ഷേപം മെച്യൂർ ചെയ്തപ്പം ആ നിക്ഷേപം പലിശയോട് അത് പിൻവലിക്കുകയും അത് മറ്റ് ബാങ്കുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ കിഫ്ബി വളരെ വളരെ ജാഗ്രതയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു നിലപാടെടുത്തതുകൊണ്ട് മറ്റുള്ള പല ഇൻവെസ്റ്റേഴ്സിൻ്റെയും പണം
ഈ യെസ് ബാങ്കിൽ നിക്ഷേപിച്ച് നഷ്ടപ്പെട്ടു പോയപ്പോൾ കിഫ്ബിക്ക് 1 രൂപ പോലും നഷ്ടപ്പെടാതെ വളരെ ഭംഗിയായിട്ട് ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഇടുകയും സമയത്തിന് അത് പിൻവലിക്കുകയും ചെയ്യാനായിട്ട് കിഫ്ബിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ഇതാണ് കിഫ്ബിയുടെ യെസ് ബാങ്കിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഇത് ഏത് നിലയിൽ നോക്കിയാലും ഇതിനൊരു അന്വേഷണത്തിൻ്റെ എന്താണ് കാരണമെന്നോ അല്ലെങ്കിൽ എന്താണ് ഒരു അന്വേഷിക്കാനായിട്ടുള്ള കാരണം എന്നുള്ളത് കിഫ്ബിക്ക് വ്യക്തമല്ല. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൽ നിന്ന് അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഇങ്ങനൊരു അന്വേഷണം ഉണ്ടോ, അന്വേഷിക്കുന്നുണ്ടോ, അതോ ഈ ഒരു കംപ്ലൈൻറ്റിൻ്റെ പുറത്ത് അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് തീരുമാനിക്കുമോ എന്നുള്ളതൊന്നും കിഫ്ബിക്ക് ഇന്ന് വ്യക്തമല്ല. പക്ഷേ അന്വേഷിക്കാനായിട്ടുള്ള ഒരു പശ്ചാത്തലം ഇത് കാണുന്നില്ല എന്നുള്ളതാണ് കിഫ്ബിയുടെ വളരെ സുചിന്തിതമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ പുറത്താണ് കിഫ്ബി ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ലാഭമല്ലാതെ കിഫ്ബിക്ക് നഷ്ടമൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. സമയത്തിന് കിഫ്ബിക്ക് എക്സിറ്റ് ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളതാണ് കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം കിഫ്ബിയുടെ ഒരു പ്രൊഫഷണൽ മികവിൻ്റെ ഒരു താഴ്മയായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ മികവിൻ്റെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്. അതാണ് ഒരു വിഷയം ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയം. രണ്ടാമത്തെ ഒരു വിഷയം ഇതിനോട് ചേർത്ത് നമ്മളുടെ ബോർഡിൽ മുൻപുണ്ടായിരുന്ന LICയുടെ ചെയർമാനായിട്ട് റിട്ടയർ ചെയ്ത 2012 റിട്ടയർ ചെയ്ത ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ TS വിജയൻ. അദ്ദേഹത്തിൻ്റെ ധനകാര്യ പ്രാഗൽഭ്യം നിമിത്തം അദ്ദേഹത്തിനെ കേന്ദ്ര സർക്കാർ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനാക്കിയുണ്ടായി. അങ്ങനെ 2013 മുതൽ 2018 വരെ ശ്രീ വിജയൻ ഇർഡ എന്ന് പറയുന്ന റെഗുലേറ്ററി ബോഡിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ചു. 2018 ഫെബ്രുവരിയിൽ അദ്ദേഹം ആ സ്ഥാനത്തിൽ നിന്ന് വിരമിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾക്ക് അപ്രതീക്ഷിതമായിട്ടും അൺഫോർച്ചുനേറ്റായിട്ട് നമ്മളുടെ ബോർഡിലെ ബഹുമാനപ്പെട്ട ബാബു പോൾ സാറ് ഏപ്രിൽ 2019 നിര്യാതനായി അദ്ദേഹം നമ്മളിൽ നിന്ന് വേർപെട്ടു പോയി. അപ്പോൾ ആ ഒഴിവിലേക്ക് ഞങ്ങൾ ഇവിടെ നോക്കുമ്പം വളരെ പ്രഗത്ഭനായ ഒരു മലയാളി ധനകാര്യ വിദഗ്ധൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ TS വിജയൻ്റെ പെർമിഷൻ എടുത്തു ഞങ്ങൾ. എന്നിട്ട് അത് ഇവിടെ ഗവൺമെൻറ് അത് അപ്രൂവൽ തന്നതിന് ശേഷം 2019 ഈ തീയതികൾ വളരെ പ്രധാനമുണ്ട്. 2019 ഞങ്ങൾ ഈ പെർമിഷൻ എടുക്കുന്നത്. പക്ഷേങ്കിൽ ഇർഡായുടെ നിയമപ്രകാരം ഒരു കേന്ദ്ര ഏജൻസി ഇർഡായിൽ നിന്ന് ഒരു ചെയർമാനായിട്ട് വിരമിക്കുന്ന ഒരാൾക്ക് 2 വർഷത്തേക്ക് ഒരു സ്ഥാപനത്തിലും ജോയിൻ ചെയ്യാൻ പാടില്ല. അതിന് 2 വർഷം കൂളിംഗ് പീരീഡ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഈ 2 വർഷം കൂളിംഗ് പീരീഡ് ഉള്ള കാരണവും ബാബു പോൾ സാറിൻ്റെ പോയ ഒഴിവിൽ ഒരു വേക്കൻസി ഉള്ള കാരണവും കിഫ്ബിക്ക് അത് നികത്തേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് കിഫ്ബി കേന്ദ്ര ഗവൺമെൻറ്റിനോട് കത്തെഴുതി ഈ ഒരു 2 വർഷം കൂളിംഗ് പീരീഡ് നിന്ന് ഒഴിവാക്കി തരാമോ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു അത് ഈ ഒഴിവാക്കപ്പെടേണ്ട കക്ഷി തന്നെ നേരിട്ട് അപേക്ഷിക്കുന്നതായിരിക്കും ഉചിതം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു മറുപടി തന്നത് ആ എഴുത്തുകുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ശ്രീ വിജയൻ്റെ ഈ കൂളിംഗ് ഓഫ് പീരീഡിനകത്ത് അതായത് 2 വർഷം എന്നുള്ളത് ചുരുക്കി അതിനകത്ത് എടുക്കാം എന്നുള്ളൊരു ഒരു തീരുമാനമായില്ല. അങ്ങനെ കിഫ്ബി അദ്ദേഹത്തിൻ്റെ 2 വർഷം കൂളിംഗ് പീരീഡും കഴിയുന്നത് വരെ, അതായത് ഫെബ്രുവരി 2020 വരെ, കാരണം 2018 അദ്ദേഹം വിരമിക്കുന്നു, ഫെബ്രുവരി 2020 ആ 2 വർഷം കൂളിംഗ് പീരീഡ് മാൻഡേറ്ററി ആയിട്ടുള്ള കൂളിംഗ് പീരീഡ് തീരുന്നു. അതിനുശേഷം ആണ് കിഫ്ബി മാർച്ച് മാസം നമ്മുടെ സംസ്ഥാന സർക്കാർ ഇദ്ദേഹത്തിനെ കിഫ്ബിയിലെ ഇൻഡിപെൻഡൻറ്റ് ബോർഡ് മെമ്പറായിട്ട് നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് ഗവൺമെൻറ് ഓർഡർ ഇറക്കുന്നു. അപ്പം ശ്രീ വിജയന് ഈ നമ്മൾ പറഞ്ഞ യെസ് ബാങ്കിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്ന കാലഘട്ടത്തിൽ കിഫ്ബിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവസാനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കിഫ്ബി നടത്തുന്നത്, യെസ് ബാങ്കിൽ നടത്തുന്നത് ഓഗസ്റ്റ് മാസം 2018 ആ 2018 നടത്തുമ്പോഴൊന്നും തന്നെ ശ്രീ വിജയന് കിഫ്ബിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെ ശ്രീ വിജയൻ എങ്ങനെ ഈ വാർത്തയിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സമയത്ത് ശ്രീ വിജയൻ യെസ് ബാങ്കിൻ്റെ ഒരു ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. ആ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയതുകൊണ്ടാണ് ഈ ഒരു ലിങ്ക് ഈ ഒരു കംപ്ലൈൻറ്റിനകത്ത് പ്രതിഫലിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ കിഫ്ബിയുടെ അവസാന ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വരെയും
ശ്രീ വിജയനും കിഫ്ബിയുമായിട്ട് യാതൊരു ഔപചാരികമായിട്ടോ അനൗപചാരികമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. കിഫ്ബി ഈ 2 വർഷത്തെ കൂളിംഗ് പീരീഡ് അല്പം ഒന്ന് ഇളവ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. പക്ഷെ അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ 2 വർഷം ആ കാലാവധി കഴിയുകയും ചെയ്തു. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് കേരള സർക്കാർ കിഫ്ബിയുടെ ബോർഡിലേക്ക് നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഈ ഒരു ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുവാനായിട്ടുള്ളത്. കേരള ജനതയുടെ മുന്നിലും നിങ്ങളുടെ മുന്നിലും സമർപ്പിക്കുവാനായിട്ടുള്ള കാര്യം ഇതാണ്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് അന്വേഷണം ഉള്ളതായിട്ട് ഒരു വാർത്തയും നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ ഒരു ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഈ രാജ്യസഭയിൽ വന്ന ചോദ്യം നമ്പർ 215 ഇങ്ങനെ ചോദ്യം വന്നു, അതിനിങ്ങനെ ഉത്തരം കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ അതിനകത്തും ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളൊരു വാക്കല്ല പറയുന്നത്. എൻക്വയറീസ് എന്നാണ് പറയുന്നത്. ഒരു പരാതി കിട്ടിയാൽ നമ്മൾ എൻക്വയറി ചെയ്ത് തുടങ്ങുമല്ലോ, അല്ലാതെ ഒരു ഇൻവെസ്റ്റിഗേഷനിലേക്ക് പരിണമിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു സൂചനയില്ല. കിഫ്ബിയിൽ ഇതുവരെയും അങ്ങനെ ഒരു സൂചനയോ അങ്ങനെയുള്ള ഒരു കാര്യമോ ചെയ്യുന്നില്ല. എൻ്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൻ്റെ ഒരു സാങ്കത്യത്തിലേക്ക് കടക്കുമ്പോൾ ഒരു അന്വേഷണത്തിലേക്ക് പര്യവസാനിക്കാനുള്ള സാധ്യതകൾ വളരെ വിരളമാണെന്നുള്ളതാണ് ഞാൻ അനുമാനിക്കേണ്ടത്. പക്ഷേ ചേരാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ബാങ്കുകളുടെ കോട്ടെടുക്കും. അതിലേറ്റവും മുന്തിയ റേറ്റ് ഉള്ള ആൾക്കാർക്ക് ഈ 20% മൊത്തം കിഫ്ബിയുടെ കയ്യിൽ 5000 കോടി ഉണ്ടെങ്കിൽ അതിൻ്റെ 20% 1000 കോടി അത് അധികരിക്കാത്ത രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വെക്കുന്നത്. അങ്ങനെയാണ് പലതവണയായിട്ട് 100-150 കോടി വെച്ച് പലതവണയായിട്ട് ഈ യെസ് ബാങ്കിൽ ഇടാനായിട്ടുള്ള കാരണമായത്. പലിശ നിരക്ക് മാത്രമാണ് ഒരു കൺസിഡറേഷൻ. അതും കോർട്ട് വിളിച്ചിട്ടേ നിശ്ചയിക്കത്തുള്ളൂ. അതും കോർട്ട് വിളിക്കുമ്പം അത് എല്ലാവർക്കും അറിയിപ്പ് കൊടുക്കും, അവരുടെ കയ്യിൽ നിന്ന് കോട്ടെടുക്കും. ഇപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഞങ്ങളുടെ സിസ്റ്റം തന്നെ ഒരു ഡിപ്പോസിറ്റ് മെച്യൂർ ചെയ്താൽ അത് രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ബാങ്കുകൾക്കെല്ലാം തന്നെ പോകും. മറ്റേത് ഓരോ കത്തുകൾ അയക്കേണ്ട കാര്യമില്ല. അത്രയും കൂടെ ഉള്ള ഒരു സൊഫിസ്റ്റിക്കേഷൻ ഇവിടെ കിഫ്ബിയിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ചെയ്യുന്നത്. ഈ ഒരു മീറ്റിങ്ങിന് ഒരു പ്രത്യേക പ്രാധാന്യം കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റലുകളും സ്കൂളുകളും സ്റ്റേഡിയംസും അങ്ങനെ റോഡുകൾ ഒരുപിടി കാര്യങ്ങൾ കിഫ്ബിയുടെ ഈ ഒരു വലിയ പ്രോജക്ട്സ് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു പശ്ചാത്തലം ഒരുക്കി കഴിഞ്ഞു. ആദ്യമൊക്കെ കിഫ്ബി ജന്മം കൊണ്ട സമയങ്ങളിൽ, അതായത് 1999 മുതലും കിഫ്ബി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുനരാവിഷ്കരണം നടക്കുന്നത് 2016-ലാണ്. ഈ 2016-ന് ശേഷം പടിപടിയായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി കിഫ്ബിക്ക് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അസ്ഥാനത്താവില്ല. കാരണം ആ ബ്രാൻഡ് നെയിം ഉണ്ടാകുക എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്ഥാപനങ്ങൾ നമ്മൾക്ക് പണം തരികയുള്ളൂ. നമുക്കൊരു ബ്രാൻഡ് നെയിം ഇല്ലെങ്കിൽ ഒരു സ്ഥാപനവും നമുക്ക് അപ്പോൾ കേരളത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് കിഫ്ബി. ആ മുതൽക്കൂട്ട് കിഫ്ബിക്ക് പണം ധനകാര്യ മാർക്കറ്റുകളിൽ നിന്ന് വിപണികളിൽ നിന്ന് പണം ശേഖരിക്കണമെങ്കിൽ കിഫ്ബിക്ക് ആകെ കിഫ്ബിയുടെ കയ്യിലുള്ളത് കിഫ്ബിയുടെ വിശ്വസനീയതയും അതിൻ്റെ ബ്രാൻഡിങ്ങുമാണ്. ആ ബ്രാൻഡിങ്ങിന് ഒരു കളങ്കം വരാനായിട്ടുള്ള ഇതുമാതിരി ഒരു വാർത്ത നല്ലതല്ല, കേരളത്തിനും നല്ലതല്ല, കിഫ്ബിക്കും നല്ലതല്ല, നമുക്ക് ആർക്കും നല്ലതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടെ ഈ മീറ്റിങ്ങിൻ്റെ പിന്നിൽ ഒരു പ്രേരണയാണ്. 7 തവണയാണ് 25/5/2017 തുടങ്ങി 8/8/2018 വരെ നമ്മൾ 7 തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് 151 ദിവസം. ഇതെല്ലാം ഷോർട്ട് ടേം ഡിപ്പോസിറ്റാണ്. അപ്പോൾ അത് മാക്സിമം ചെയ്തത് 1 വർഷം 366 ദിവസത്തേക്ക് ചെയ്യുമ്പോൾ അതും ഷോർട്ട് ടേം ഡിപ്പോസിറ്റായിട്ടാണ് ബാങ്കിങ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. കൂടുതലും നമ്മൾ 91 ദിവസത്തിൻ്റെ 4 ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 181 അത് മെച്യൂർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള സർപ്ലസ് ഫണ്ട്സ് എത്രയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അതെ അതെ തെരഞ്ഞെടുപ്പ് കാലം വരാൻ പോവുകയാണ്. ഇഡിക്ക് ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഉത്തരത്തിൽ തന്നെ പറയുന്നുണ്ട് രാജ്യസഭയിൽ. അതെ, പൊളിറ്റിക്സ് കടന്നു വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പൊളിറ്റിക്സ് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് ഭംഗിയാവില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ പൊളിറ്റിക്സിൽ കൂടെ ഒരു ക്ഷീണം സംഭവിക്കേണ്ട ഒരു സ്ഥാപനം അല്ല കിഫ്ബി. കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് തന്നെ ഞങ്ങളിപ്പം ഈ കഴിഞ്ഞ ദിവസം പ്രസ് റിലീസ് ഇറക്കിയിരുന്നു. 6000 കോടി ഡിസ്ബേഴ്സ്മെൻറ്റ്സ് കഴിഞ്ഞു.
6,000 കോടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വർഷത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, ഒരു പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 4 വർഷത്തെ ബഡ്ജറ്റാണ് ഈ 6,000 കോടി. അപ്പോൾ 6,000 കോടി നമുക്ക് സ്വരൂപിക്കാനും 6,000 കോടി നമുക്ക് ചിലവാക്കുവാനായിട്ടും പ്രോജക്ട്സിൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഇപ്പം മാധ്യമങ്ങളിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും, ഓരോരോ സ്ഥാപനങ്ങൾ അടിക്കടിയായിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാവുന്ന ഒരു ശേഷി വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ഒരു വലിയൊരു സംരംഭമാണെന്നാണ് കരുതുന്നത്. ഇപ്പോൾ കിഫ്ബിയുടെ CEO ആയതുകൊണ്ട് ഞാനത് പറയുകയല്ല, അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതിപ്പം ഈ കിഫ്ബിയുടെ അച്ചീവ്മെൻ്റ് അല്ല, കിഫ്ബിക്ക് പ്രത്യേകിച്ച് അച്ചീവ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഒരു കേരളത്തിന് വന്ന ഒരു നല്ല കാര്യമാണെന്ന്, അതുകൊണ്ടാണ് നമ്മൾ ഒരു പൊളിറ്റിക്സ് ഉണ്ടാകരുതേ എന്നാണ് ഉള്ളൊരു പ്രതീക്ഷ. പരാതിക്കാരൻ ആരാണെന്ന് ഇതുവരെയും ഒരു ക്ലൂ കിട്ടിയിട്ടില്ല. അതെ അതെ, എൻ്റെ കാര്യമായിട്ട് ബന്ധമുണ്ടാകാനായിട്ട് സാധ്യത ഉണ്ടാതിരിക്കട്ടെ എന്ന് ഞാൻ അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ലിങ്കേജ് വരാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ കരുതുന്നു. വന്നുകൂടായില്ലെന്ന് ഞാൻ പറയുകയില്ല, എങ്കിലും അങ്ങനെ അല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, കയ്യിലുള്ള പണമല്ല അപ്രൂവ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ കൂടുതൽ പ്രോജക്റ്റുകൾ അപ്രൂവ് ചെയ്യും, പക്ഷേ അതിനുള്ള പണം കയ്യിലില്ല. പിന്നെ എങ്ങനെ ഇത് സാധ്യമാകുമെന്നുള്ളതാണ് അവരുടെ ചോദ്യം. ഞാനതിന് മറുപടി പറയട്ടെ. ഈ ഒരുപാട് പ്രാവശ്യം നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട്, ഒരു ലോൺ, ഇപ്പം നിങ്ങളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ലോൺ എടുത്ത് വീട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിട്ടല്ലല്ലോ നമ്മൾ 25 ലക്ഷം രൂപയോ 15 ലക്ഷം രൂപയോ ലോൺ എടുക്കുന്നത്. നമ്മളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാസ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിതമായ ഒരു തുക നമ്മളല്പം വയറൊക്കെ ഒന്ന് മുറുക്കി കുറച്ച് മിച്ചം വെച്ച് അത് സ്വരൂപിച്ച് അതല്ലേ തിരിച്ചടവിന് ഉപയോഗിക്കുന്നത്. അതേ പ്രിൻസിപ്പിളേ ഉള്ളൂ കിഫ്ബിയുടെയും. ഇൻഫാക്റ്റ് 57,000 കോടി രൂപയുടെ പ്രോജക്റ്റ് കിഫ്ബി അത് നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് നമ്മൾ 57,000 കോടി രൂപയും കൂടി ഇപ്പോൾ സ്വരൂപിക്കുകയാണെങ്കിൽ അത് എന്തൊരു നഷ്ടക്കച്ചവടമായിരിക്കും അത്. അപ്പം നമ്മളുടെ കയ്യിൽ ഈ വർഷത്തെ ബില്ല് കൊടുക്കാൻ പൈസ ഉണ്ട്. അത് അങ്ങനെ ഓരോ ലിക്വിഡിറ്റി മാനേജ്മെൻ്റ് എന്ന് പറയും. അപ്പം നമ്മളൊരു അസറ്റ് ലയബിലിറ്റി മോഡൽ വെച്ച് ലിക്വിഡിറ്റി മാനേജ് ചെയ്ത് കറക്റ്റ് ടൈമിന് ബോറോ ചെയ്ത് ആ പണം വെച്ച് നമുക്ക് വരുന്ന പണം കൊടുക്കുകയാണ്. അപ്പം ഒരു വശത്തൂടെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഗ്രാൻഡും ഈ മോട്ടോർ വെഹിക്കിൾ ടാക്സും സെസ്സും പെട്രോളിയം സെസ്സും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വേറൊരു വശത്തൂടെ പ്രോജക്റ്റ് തീരുന്നതനുസരിച്ച് അവർക്ക് പണം കൊടുക്കേണ്ടി വരും. അതനുസരിച്ച് ഈ നമുക്ക് കിട്ടുന്ന തുകയുടെ അധികമായിട്ടുള്ള തുക നമ്മൾ ലോൺ എടുത്ത് ഇവിടെ ചേർത്താണ് വെക്കുന്നത്. എന്നിട്ട് ഈ ലോൺ എടുത്ത് അടവ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീടുകൾ ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ ബാക്കി നിൽക്കുന്ന പണം നമ്മൾക്ക് ഈ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്ന സർക്കാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന പണം ഉപയോഗിച്ച് നമ്മൾ അടച്ചു തീർക്കും. ഈ ഒരു മാനേജ്മെന്റാണ് ഈ ഒരു മോഡലിന്റെ പിന്നിൽ 250 കോടി എക്സ് ബാങ്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം സംബന്ധിച്ച അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് കിഫ്ബി CEO KM എബ്രഹാം പറയുന്നത്. എക്സ് ബാങ്കിൽ പണം നിക്ഷേപിച്ചത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ്. കിഫ്ബിക്ക് ഇതുമായി യാതൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.